നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയാണ്. നിങ്ങളുടെ കമന്റ്സിനും സപ്പോർട്ടിനും എല്ലാവിധ സപ്പോർട്ടിനും വളരെയധികം നന്ദി. എന്നെ സ്ഥിരമായിട്ട് ഹൈപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. കമന്റ്സ് ഇടാറുണ്ട്, സ്ഥിരം ഞാൻ വായിക്കുന്നുണ്ട്. പേര് പറയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെയധികം നന്ദി എല്ലാവർക്കും കേട്ടോ. അപ്പോ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 ഡിസംബർ 31 നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നോക്കുന്നത്. ഇപ്പൊ ഫെബ്രുവരി തുടക്കമാണ്, നമ്മളിന്ന് 3-ാം തീയതി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ചൊവ്വാഴ്ച. അപ്പോ ഇന്ന് തൊട്ട് ഇനി അങ്ങോട്ട് അടുത്ത ന്യൂ ഇയർ വരെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. മെയിൻ ആയിട്ട് എന്താണ് നിങ്ങളുടെ ഈ വർഷത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ തീം എന്തായിരിക്കും? നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെ കൺസേൺ ചെയ്യുന്നത് ചിലപ്പോൾ വലിയ സീരിയസ് ആയ ഡിസിഷൻസ് എടുക്കണമായിരിക്കാം, ചിലപ്പോ എന്താ പറയാ അസുഖങ്ങളുടെ കാര്യമായിരിക്കാം. നെഗറ്റീവ് ആണ് ഞാൻ പറഞ്ഞത്, എന്നാലും പല കാര്യങ്ങളും ഉണ്ടാവാം. മനസ്സിലായി? ഒരാളുടെ അസുഖം നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടല്ല, സങ്കടപ്പെടുത്തുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരുടെയോ. അപ്പൊ അത് എന്താവും? മനസ്സിലായി? ഓരോ ജോലിയുടെ കാര്യമായിരിക്കാം, ചിലപ്പോൾ ജോലി ആയിരിക്കാം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. നല്ലൊരു ജോലി ഇല്ല, ജോലിയിൽ പ്രൊമോഷൻ ഇല്ല, സാലറി കൂടുന്നില്ല, ഇങ്ങനെയുള്ള എന്തുമായിക്കോട്ടെ. ഞാനൊരു 9 കാർഡ്സ് എടുക്കും, നമ്മൾ എന്നിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. അപ്പൊ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഭഗവാനേ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനേ, ഓം നമ ശിവായ. ഇവിടെ ഒരു 2 കാർഡുകൾ വന്നിട്ടുണ്ട്. ഒരു സ്ലോ പോയിസണിങ് എന്നാണ് ഈ കാർഡിന്റെ അർത്ഥം. എന്ന് വെച്ചാല് പതുക്കെ പതുക്കെ നമ്മള് നമ്മളുടെ മാനസികമായ പ്രശ്നങ്ങൾ നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ തരുന്ന, മനസ്സിൽ നമ്മളുടെ സന്തോഷം ഇല്ലെങ്കിൽ നമ്മളത് ശരീരത്തിന് എഫക്ട് ചെയ്യും, അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും അത്. അപ്പൊ ഇവിടെ പക്ഷെ ഒരു പോസിറ്റീവ് എനർജിയിലാണ് ഇത് അവസാനിക്കുന്നത് കേട്ടോ. അപ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പോംവഴി ഉണ്ട് എന്നാണ് ദൈവം പറയുന്നത് നമ്മളോട്. ഇത് ഫസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് കർമ്മത്തിന്റെ കാർഡാണ്. ഇത് പറയുന്നത്